ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് പഞ്ചായത്തിലെ വഴിത്തലയിലെ കർഷകയായ ശ്രീമതി ആശാ വർഗീസ് ഈന്തുങ്കച്ചാലിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് പഞ്ചായത്തിലെ വഴിത്തലയിൽ ഒരു വീട്ടമ്മയായ കർഷകയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ആശാ വർഗീസ് ഈന്തുങ്കച്ചാലിൽ. ചേച്ചിയുടെ കാർഷിക അനുഭവങ്ങൾ എന്തൊക്കെയാണ്, കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ആശ ചേച്ചി എന്തൊക്കെ കാർഷിക പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്? 3 പശു, അതിൻ്റെ കിടാവും ഉണ്ട്, പിന്നെ ജാതി ഉണ്ട്, കുറച്ച് കൊക്കോയുണ്ട്, അടയ്ക്കയുണ്ട്, പിന്നെ റബ്ബറുണ്ട്. റബ്ബർ ഇപ്പോൾ റീപ്ലാന്റ് ചെയ്ത് നട്ടിരിക്കുക. പിന്നെ അതുകൂടാതെ കുറ്റിമുല്ല കൃഷിയാണ്. പിന്നെ കൂടാതെ പയറ്, പിന്നെ കുറച്ച് വഴുതന, വെണ്ട, ചേന, ചേമ്പ്, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, കുറച്ച് കച്ചൂലം തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ട്. പശു അത് നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. മെയിൻ ഒരു വരുമാനം തന്നെയാണ് പശുവിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ജാതി കൃഷി, കമുക്, കൊക്കോ, റബ്ബർ, കുറ്റിമുല്ല, കാലിവളർത്തൽ തുടങ്ങിയ പച്ചക്കറികളുടെ കൃഷികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എത്ര നാളുകളായിട്ട് ചെയ്തു വരുന്നതാണ്? ഈ കൃഷികളെല്ലാം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽ വീട്ടിലുണ്ടായിരുന്ന കൃഷികളാണ് പലതും. അതിനകത്ത് പശുവൊക്കെ പണ്ട് മുതൽ വീട്ടിലുണ്ടായിരുന്ന അത് അങ്ങനെ തന്നെ സംരക്ഷിച്ച് പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ പുതിയൊരു പശുവിന് നല്ല ഇനത്തിലുള്ള പശു എച്ചപ്പിനെ കൊണ്ടുവരുന്ന ഒരു സ്കീം വന്ന് കഴിഞ്ഞപ്പോൾ 40,000 രൂപ വന്നിട്ട് 20,000 രൂപ സബ്സിഡി ഇനത്തിൽ വന്നിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് 2 പശുക്കളെ കൊണ്ടുവന്നു. അതിൻ്റെ ഇനങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്, തുടർന്ന് വരുന്നത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പശു ഉള്ളത് അത് 2001-ലോ 2000-ലോ കൊണ്ടുവന്ന പശുവിന് അത് 19 കിടാക്കളെ തന്നു ശരിക്കും. അപ്പോൾ അത് HF ആയിരുന്നു, നല്ല ഇനം പശു. ആ പശു ഇപ്പോഴും വീട്ടിലുണ്ട്. അതിന് 23 വയസ്സെങ്കിലും ഇപ്പോൾ കാണും എന്തായാലും. ആ പശു ഇപ്പോഴും ഉണ്ട്. പിന്നെ അതിൻ്റെ കിടാക്കളുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ കിടാക്കളെ കൊടുക്കാം, കുറച്ചൊക്കെ വേണ്ടി മൂരിയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ പശു ഉള്ളതിൻ്റെ ഒപ്പം തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബയോഗ്യാസും കമ്പോസ്റ്റ് നിർമ്മാണം ഉണ്ട് കുറച്ച്. കാരണം വെച്ച് കഴിഞ്ഞാൽ പറമ്പിലെ കരിയിലെയും പച്ചവളങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് വെട്ടിയിട്ടിട്ട് ഈ സ്ലറി വീഴുന്നിടത്തേക്ക് കൊണ്ടുവന്നിട്ടിട്ട് അത് നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള സൗകര്യമുണ്ട്. ഈ കമ്പോസ്റ്റാക്കി വിൽക്കുന്നുണ്ടോ? കമ്പോസ്റ്റാക്കി വിൽക്കുന്നുണ്ട്. അത് എനിക്ക് കുടുംബശ്രീയിൽ നിന്ന് ഒരു ജൈവവള നിർമ്മാണ യൂണിറ്റിന് ഒരു ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ CSF ഫണ്ട് 60,000 രൂപ കിട്ടിയിരുന്നു. ആ രൂപ കൊണ്ട് നമ്മളൊരു ചെറിയ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗീതാഞ്ജലി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ജൈവവള നിർമ്മാണ യൂണിറ്റ്. അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് കമ്പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് പാക്കറ്റാക്കി 5 കിലോൻ്റെ പാക്കറ്റാക്കി നമ്മൾ നല്ലപോലെ ശരിക്കും നല്ല കമ്പോസ്റ്റ്, നമുക്ക് കയ്യിലെടുത്ത മണമൊന്നുമില്ല. അപ്പോൾ ഈ അതെ ഞങ്ങളുടെ മണക്കാട് തന്നെ ഒരു അഗ്രി സെൻ്റർ ഉണ്ട്. അല്ലാതെയും ആളുകൾ വീട്ടിൽ വന്നു അത് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് എങ്ങനെയാണ് വിൽക്കുന്നത്? കിലോ അടിസ്ഥാനത്തിലാണോ? അതെ, കിലോ അടിസ്ഥാനത്തിലാണ്. 10 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ അത് കൂടുതൽ വിലയ്ക്ക് വിൽക്കുമായിരിക്കും. നമ്മൾ വീട്ടിൽ 10 രൂപയ്ക്കായിട്ടാണ് കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വീട്ടിൽ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ. കുടുംബശ്രീയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് കുടുംബശ്രീ മുഖേനയാണ്. കാരണം ഞാൻ 2000 അന്ന് മുതൽ കുടുംബശ്രീയിൽ ഇങ്ങനെ ഞങ്ങൾ മെമ്പർ ഇതൊക്കെ കൂടുമായിരുന്നു. അപ്പോൾ കുടുംബശ്രീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ കിട്ടും. ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിനെപ്പറ്റി, അതുപോലെ തന്നെ നമുക്ക് പൈസയ്ക്കും ഇതിൽ നമ്മളിങ്ങനെ അടയ്ക്കുന്നുണ്ടല്ലോ നിക്ഷേപം പോലെ. അപ്പോൾ അങ്ങനെ അടയ്ക്കുന്ന പൈസകൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ നമുക്കൊരു 10,000 രൂപയോ 20,000 രൂപയോ ഒക്കെ നമുക്ക് എടുത്ത് നമുക്ക് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആവുന്ന സാധനം നമുക്ക് മാന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം പണത്തിനാണെങ്കിലും വേറെ ഒരിടത്തും അമിത പലിശയ്ക്കൊന്നും വാങ്ങിക്കാൻ പോകണ്ട. ഇവിടെ നിസ്സാരമായ പലിശയ്ക്ക് നമുക്ക് ആവശ്യം പറഞ്ഞാൽ ആ പൈസ എപ്പോൾ വേണമെങ്കിലും കിട്ടുകയും ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് ഞാൻ BSc കഴിഞ്ഞ D.Pharm കഴിഞ്ഞാണ്. എനിക്ക് ജോലിക്ക് പോകാൻ ഒട്ടും താല്പര്യം. എനിക്ക് കൃഷിയും വീട്ടിലിരിക്കുന്നതിനോടുമാണ് കൂടുതൽ താല്പര്യം. BSc കഴിഞ്ഞ് B.Pharm കഴിഞ്ഞു അല്ലേ? അപ്പോൾ പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? സ്വന്തം വീട് എവിടെയായിരുന്നു? തിരുവാണിയൂർ പഞ്ചായത്തിലാണ് എൻ്റെ വീട്. അവിടെ അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ്. അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്. ഇവിടെ വിവാഹം കഴിച്ച് വന്നിട്ട് എത്ര നാളുകളായി? 92
ഫെബ്രുവരിയിൽ വിവാഹം കഴിച്ച് വന്നതാണ്. ഇവിടെ വഴിത്തല എത്തിയതാണ്. അതെ ഇവിടെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ, കൊക്കോ അങ്ങനെയുള്ള വലിയ കൃഷികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ പശുവൊക്കെ ഉണ്ടായിരുന്നു, അതിനോടനുബന്ധിച്ച് പശുവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുടുംബശ്രീ മുഖേനയാണ് ഈ കുറ്റിമുല്ലയുടെ കൃഷി വന്നത്. അങ്ങനെ ആ കുറ്റിമുല്ല കൃഷി വന്നു കഴിഞ്ഞപ്പോൾ 210 ചോട്, എനിക്ക് തോന്നുന്നു നയനാർ സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു, 210 ചോട് വെച്ച് പഞ്ചായത്തിൽ എല്ലാവർക്കും കൊടുത്തു. അതോടുകൂടി ആ കൃഷി ചെയ്തപ്പോൾ എനിക്കിങ്ങനെ കൃഷി ചെയ്യാനുള്ള കൂടുതൽ താല്പര്യങ്ങളും അതിന് ക്ലാസ്സുകളൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ അതോട് വന്നപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി പഠിച്ചത്. അപ്പോൾ അന്ന് മൂവാറ്റുപുഴ ഈ സൊസൈറ്റി പോലൊരു സംഭവം ഉണ്ടായിരുന്നു ഈ കുറ്റിമുലയിൽ നിന്ന്. പക്ഷേ അതെന്തോ അതിൻ്റെ നടത്തിപ്പോൾ അവരുദ്ദേശിച്ച അവർ 3 പേര് പിന്നെ അത് നല്ല രീതിയിൽ കുറച്ച് നാൾ കൊണ്ടുപോയി, നല്ല വിലയൊക്കെ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ മാല കെട്ടാൻ പഠിച്ചു. മാല കെട്ടാൻ പഠിച്ചതോടുകൂടി എനിക്ക് അതിനൊരു ഡിമാൻഡായി. ഞാൻ ആളുകൾ വീട്ടിൽ വന്ന് മേടിക്കും, അതല്ലെങ്കിൽ കൊടുത്താൽ മേടിക്കും. അങ്ങനെയായിരുന്നു കുറ്റിമുല്ല കൃഷിയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ആദ്യം 250 മൂട് കുറ്റിമുല്ല കൃഷി ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ അത് 1000 മൂടിൽ എത്തിയിട്ടുണ്ടല്ലേ? അതെ, ഇപ്പോൾ പുതിയ ഒരു സ്കീം വന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് 1000 മൂട് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പഴയതും കുറച്ചും കൂടെ കൂട്ടിയിട്ടുണ്ട് ഞാൻ. ഈ കുറ്റിമുല്ല എങ്ങനെയാണ് അതിൻ്റെ കൃഷി രീതികളൊന്ന് വിശദമായിട്ട് പറയാമോ? അതിൻ്റെ തൈ നമ്മൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നു, അത് പിന്നെ എങ്ങനെയാണ് തടവെടുത്ത് നടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം വിശദമായിട്ടൊന്ന് പറയാമോ? ഇപ്പം നമുക്കെല്ലാം ഈ കൊറിയർ വഴി നമുക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ ഒരു ചോടിന് 4 രൂപ 70 പൈസ വെച്ചിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടത്തിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അത് ഏരി മാടിയിട്ട് നല്ലപോലെ കുഴിയെടുത്തിട്ട് അതിനകത്ത് അടിസ്ഥാന വളങ്ങൾ, എല്ലുപൊടി, കമ്പോസ്റ്റ് അങ്ങനെയുള്ള വളമിട്ട് നല്ലപോലെ ഇട്ടിട്ട് ആദ്യം കുമ്മായിട്ട് മണ്ണ് നന്നായിട്ടാക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഒരു കുഴിയിൽ 5 തൈ വയ്ക്കുക, എന്നാലും നല്ല ബുഷായിട്ട് ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് മൊട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ആ മൊട്ട് നമ്മൾ കിള്ളിക്കളയണം. അതുപോലെ തന്നെ ബോർഡാക്സ് മിശ്രിതം എന്തെങ്കിലും ബാബസ്റ്റിനോ എന്തെങ്കിലും ഒന്ന് തളിച്ച് കൊടുക്കുകയും ചെയ്യണം. പിന്നീട് ഇതിന് 15 ദിവസം കൂടുമ്പോഴത്തേക്കും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ചിട്ട് അത് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ചുവട്ടിലൊഴിച്ചിട്ട് നമ്മൾ സാധാരണ പച്ചക്കറി 15 ദിവസം കൂടുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 2-3 മാസം നമ്മൾ മൊട്ട് കിള്ളിക്കളി കളയുമ്പോഴാണ് നല്ല ബുഷായിട്ട് റൗണ്ടിൽ വരുള്ളൂ. അങ്ങനെ നമ്മൾ 15 ദിവസം കൂടുമ്പം വളപ്രയോഗം നടത്തിയതിന് ശേഷം എത്ര നാളുകളാകുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് പൂവ് ആദായമായിട്ട് എടുക്കാൻ തുടങ്ങാൻ പറ്റും? 5-6 മാസമായി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ആദായത്തിലേക്ക് എത്തും. അപ്പോഴത്തേക്കും നല്ലപോലെ വരും. ഏതാണ്ട് നമുക്ക് അത് ഓരോ വളവും ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് തന്നെ നമുക്ക് കിലോ കണക്കിന് മൊട്ടാവും. പിന്നെ ഞാനിത് കെട്ടിയാണ് കൊടുക്കുന്നത്. അത് രാവിലെ 8 മണിക്ക് മുമ്പ് നമ്മൾ മൊട്ട് പറിക്കണം. വെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊട്ട് പറിക്കാൻ പറ്റില്ല. അത് 8 മണിക്ക് പറിച്ചിട്ട് നമ്മളൊരു 10-12 മണിക്ക് മുമ്പായിട്ട് കെട്ടിക്കഴിയണം. കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അന്ന് വൈകുന്നേരം തന്നെ നമുക്കത് മാർക്കറ്റിലെത്തിയാൽ ഒരു 4 മണി 5 മണിക്ക് മുമ്പ് മാർക്കറ്റിലെത്തിയാകുമ്പോഴാണ് അതിന് ഡിമാൻഡ് വരുന്നത്. സാധാരണ ഇതിൽ ഇതിനെപ്പറ്റി ആളുകൾക്ക് അങ്ങനെ ഒരു ഗ്രാഹ്യമില്ല. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ്. തമിഴ്നാട്ടിലെന്ന് പറയുമ്പോൾ പറിച്ചു അതിന് ചന്തകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു പ്രത്യേക സംവിധാനം ഇല്ല. ഇപ്പോൾ മൊട്ട് പറിച്ച് കെട്ടി ഇത് വിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? ഇവിടെ അടുത്ത് ഒരു അമ്പലത്തിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു പുള്ളി വീട്ടിൽ വന്ന് എടുക്കാറുണ്ട്. പിന്നീട് നമ്മളിവിടെ തൊടുപുഴ പലയിടത്തും 2-3 കടകളുണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് 2-3 കടകളുണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യക്കാർ വീട്ടിൽ വരുമ്പോഴും അങ്ങനെ മേടിച്ചു കൊടുക്കും. എല്ലാ ദിവസവും നമ്മൾ ഈ മൊട്ട് പറിച്ചെടുക്കാൻ സാധിക്കുമോ? എല്ലാ ദിവസവും പറിക്കണം, എന്നാലാണ് അതിൻ്റെ ലാഭം എന്ന് വെച്ചാൽ. ആദ്യം കുറച്ച് ദിവസം നന്നായിട്ടുണ്ടാകും, അത് കഴിഞ്ഞ് ഇതിങ്ങനെ കുറഞ്ഞ് വരും. അതങ്ങനെയാണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു മാസത്തിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഒരു വിലയുടെ ഒരു ആവറേജ് വരും. 600 രൂപ മുതൽ കിലോയ്ക്ക് 600 രൂപ മുതൽ 2000 രൂപ വരെ വില കയറി ഇറങ്ങിയും. അത് ചില ദിവസങ്ങളിൽ ശനി ഞായറൊക്കെ ഉള്ള ദിവസം, തിങ്കളൊക്കെ ചില ദിവസങ്ങളിൽ വിലയുണ്ടാകും. അതായത് ഇപ്പോൾ നമുക്ക് ഫെസ്റ്റിവൽ സീസണിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഓണം പോലെയുള്ള അവസരങ്ങളിലൊക്കെ ആണെങ്കിൽ പൂവിന് നല്ല വില ലഭിക്കും. അത് ആ സമയത്തൊക്കെ നമ്മൾ അന്നേരം അത് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് വളമൊക്കെ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ പറ്റുന്ന അങ്ങനെയുള്ള ഒരു അബദ്ധങ്ങൾ പറ്റാറുണ്ട്. കാരണം നമുക്ക് ഇത്ര ദിവസം മുമ്പ് വളം ഇട്ടാലാണല്ലോ നമുക്ക് അതിനനുസരിച്ച് മൊട്ടായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളത് വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു മാസം 10-15,000 രൂപ ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കും. ഇപ്പോൾ ഈ 250 തൈകൾ കൃഷി ചെയ്തിരുന്നപ്പോൾ നമുക്ക് എത്ര കിലോ വരെ കിട്ടിയിട്ടുണ്ട്? അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമുക്ക് 1.5 കിലോ വെച്ചൊക്കെ നമുക്കുണ്ടാകുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ഗ്രാം, 300 ഗ്രാം, 400 ഗ്രാം അങ്ങനെ കൂടിയിട്ട് 1/2 കിലോ 3/4 കിലോ വരെയൊക്കെ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചോല വന്നിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി എന്നാൽ പോലും ചെടി ഒരുമാതിരി ഉള്ളത് കൊണ്ട് നമുക്ക് പൂവുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല വിലയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് നല്ല 2000 രൂപയൊക്കെ വെച്ച് ദിവസത്തിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കലാപരമായിട്ട് നമുക്ക് ദിവസം ചെയ്യാൻ അറിയാമെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.
പിന്നെ മാർക്കറ്റിംഗ് നമ്മൾ അന്വേഷിക്കണം. കാരണം ഇതുപോലുള്ള ഇനിയിപ്പം പുതിയ ഒരു രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ വരുവാണെങ്കിൽ കുറേ കൂടെ മാറ്റം ഉണ്ടാവും. ഇത് നമ്മൾ നനച്ചു കൊടുക്കേണ്ടി വരുമോ? നനച്ചു കൊടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മിക്കവാറും മഴയുണ്ടല്ലോ. ചില സമയത്ത് വലിയ വരൾച്ച വരുവാണെങ്കിൽ നമ്മൾ ചുവടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ കുടുംബശ്രീയിൽ നിന്ന് മറ്റെന്തെല്ലാം ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ട്രെയിനിങ്ങുകളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? സത്യത്തിൽ കുടുംബശ്രീയിൽ നിന്ന് ഒത്തിരി കാര്യമുണ്ട്. ഞാനൊരു ചെറിയൊരു ചെറിയൊരു യൂണിറ്റ് ഉണ്ട്. അതായത് ഇപ്പം ഏത്തക്കായൊക്കെ ചില സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ ഏത്തക്ക വറുത്ത് കൊടുക്കും. അത് പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കും. അതിന് പൂർണിമ യൂണിറ്റ് എന്നുള്ളൊരു യൂണിറ്റ് ഉണ്ട് എനിക്ക്, ചെറുതാണ്. അപ്പം ചിലപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുക്കും, ചിലപ്പോൾ നാരങ്ങയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അച്ചാറുണ്ടാക്കും. അതുപോലെ തന്നെ ചക്ക ഉണ്ടെങ്കിൽ ചക്ക വറുത്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ പച്ചച്ചക്ക നല്ലപോലെ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കരിയാപ്പിലും ഇച്ചിരി കാന്താരിയൊക്കെ നമ്മുടെ വീടുകളിലുള്ള അതെല്ലാം പറിച്ചിട്ട് അത് പാക്കറ്റാക്കി ചില സമയത്ത് ഉള്ള സമയത്ത് നമ്മളത് കൊടുക്കും. അതുപോലെ ചക്കപ്പഴം കുരു കളഞ്ഞിട്ട് നമുക്ക് എളുപ്പം കഴിക്കാൻ പാകത്തിന് അതേ രീതിയിൽ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ എങ്ങനെ പ്ലാസ്റ്റിക് കവറിലാക്കിയാണോ കൊടുക്കുന്നത്? അതെ അതെ അതെ, പ്ലാസ്റ്റിക് കവർ സീൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കടകളിലാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ്? അല്ല, ഞാൻ കടകളിലല്ല അധികം കൊടുക്കുന്നത്. നമ്മുടെ മണക്കാട് പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു അഗ്രി സെൻറ്റർ ഉണ്ട്, പിന്നെ കുടുംബശ്രീയുടെ ഒരു സംവിധാനമുണ്ട്, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമുള്ള ഒരു ചന്തയുണ്ട്. ചിലപ്പോൾ മത്തങ്ങയൊക്കെ കിട്ടുമ്പം അപ്പോൾ അത് ഞാൻ ഈ മത്തങ്ങയെല്ലാം വിളയിച്ചിട്ട് അത് ഉണ്ട അല്ലെങ്കിൽ ലഡു പോലെയുള്ള രൂപത്തിലൊക്കെ ആക്കിയിട്ട് അതെല്ലാം പാക്കറ്റാക്കി കൊടുക്കും. അതുപോലെ ഇലയുടെ ഒക്കെ മാർക്കറ്റ് ചെയ്യാറുണ്ട്. ഇലയുടെ ചക്കയുടെ ഇലയുടെ കേക്ക് ഉണ്ടാക്കാറുണ്ട്. കേക്കൊക്കെ ചിലപ്പോൾ 1-2 കേക്കൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് നഷ്ടമുള്ള കാര്യമല്ലല്ലോ. നമുക്കധികം മുടക്കുമില്ല, നമുക്കധികം പൈസയില്ല, നമുക്ക് കൊണ്ടുവന്ന് വെക്കുന്നതിന് ഇത്ര ബുദ്ധിമുട്ടല്ലേ വരുന്നുള്ളൂ. ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിൽ കൂടുതൽ എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുവിധം ആദായകരമായിട്ട് തന്നെ വിൽക്കാൻ സാധിക്കുന്നുണ്ടോ അല്ലേ? ആദായകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനൊന്നും റോ മെറ്റീരിയൽസ് പ്രത്യേകം മേടിക്കേണ്ടതില്ലല്ലേ. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങളാണ്. അതാണ്, നമുക്കൊന്നിനും മുടക്കേണ്ട കാര്യമില്ലല്ലോ. എന്തെല്ലാം ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്? അത് സീസൺ അനുസരിച്ചാണ്. ചിലപ്പം ഈ കപ്പ ഉണ്ട്, നമുക്ക് കപ്പ പറിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ആ കപ്പയുടെ കുഴിയിൽ കുറച്ച് പയറൊക്കെ നടുമല്ലോ നമ്മുടെ. അപ്പോൾ അങ്ങനെ പയർ നടുമ്പോൾ അത് പണ്ടപ്പള്ളി മാർക്കറ്റിലോ, ഞങ്ങളുടെ അടുത്തുള്ള പണ്ടപ്പള്ളി ഒരു മാർക്കറ്റുണ്ട്, അവിടെ കൊണ്ടുപോയാൽ നമുക്ക് കിലോയ്ക്ക് 60 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ 50 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അത് അന്നേരം സമയത്ത് പയർ നിറച്ചങ്ങ് നടും, അത് ചെയ്യാറുണ്ട്. പിന്നെ വഴുതനങ്ങയുണ്ട്, അതും ഇത് പറഞ്ഞ കിലോ 40 രൂപ ഒക്കെ കിട്ടാറുണ്ട്. ചില സമയങ്ങളിൽ വഴുതനങ്ങ മിക്കവാറും കാണും. പിന്നെ ഈ പറമ്പിലുള്ള കാന്താരിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചില സമയത്ത് അധികമായിട്ട് വരുമ്പോൾ നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ 300 രൂപ ചിലപ്പോൾ 600 രൂപയൊക്കെ വിലയുള്ള സമയങ്ങളും ഉണ്ടാകാറുണ്ട്. അതൊക്കെ കൊടുക്കാറുണ്ട്. അതെല്ലാം എവിടെയാണോ കൊണ്ടുവയ്ക്കാൻ സൗകര്യമുള്ള അവിടെ കൊണ്ടുവയ്ക്കാത്തതാണ് ചെയ്യാറ്. ഈ കേക്കൊക്കെ നിർമ്മിക്കാൻ പഠിപ്പിച്ച കുടുംബശ്രീയിൽ നിന്നുള്ള ട്രെയിനിങ് ആണോ? അതെ, തീർച്ചയായിട്ടും. അത് അച്ചാറ്, കേക്ക്, ഇതെല്ലാം ഈ കുടുംബശ്രീക്ക് വർഷത്തിലൊക്കെ ഓരോ ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സുകൾ സത്യത്തിൽ വലിയ ഗുണമുണ്ട്. നമ്മുടെ വീട്ടിലായാലും ഇപ്പോൾ നമ്മുടെ പിള്ളേർക്ക് വറുത്ത് ഉള്ള സാധനങ്ങളുള്ളൂ. കേക്കിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 പൈസ മുടക്കില്ല, നമ്മൾ ആ ക്ലാസ്സിൽ പോയാൽ മതി. അപ്പോൾ അങ്ങനെ ആ ക്ലാസ്സിൽ പോയി നമുക്കിതെല്ലാം കേട്ട് ഇതെല്ലാം പഠിക്കാനും ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. ഈ കുടുംബശ്രീയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൈസ നമുക്ക് എടുക്കുന്ന കാര്യം, ഇതുപോലുള്ള ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കൃഷിയുടെ രീതികൾ, കൃഷി ചെയ്യുന്ന രീതികൾ എല്ലാം തന്നെ ഒരു പരിധി വരെയും കുടുംബശ്രീ മുഖേന തന്നെയാണ്
ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൃഷിഭവൻ്റെ ക്ലാസ്സുകൾ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ കൃഷിഭവനും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിലും കൂടുതൽ എനിക്ക് തോന്നുന്നത് ക്ലാസ്സുകൾ കുടുംബശ്രീ തന്നെയാണ്. കുടുംബശ്രീ എന്ന് പറയുന്നത് ഒരു വലിയ പഠിപ്പിക്കുന്നതാണ്, എങ്ങനെയാണ് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന പഠിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. അതിനകത്ത് തന്നെ എനിക്കൊരു ബാങ്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു പൈസ ഇടുന്നതൊന്നും ആദ്യകാലത്തൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതെല്ലാം പഠിച്ചത് ഈ കണക്കുകളും അവരുടെ ബുക്കിലൊക്കെ കുടുംബശ്രീയുടെ കണക്കിലൊക്കെ എഴുതി പഠിച്ചപ്പോഴാണ് സത്യത്തിൽ പൈസയുടെ കണക്കൂട്ടലും വരവ് ചെലവ് കണക്കുകളും എല്ലാം ഞാൻ പഠിക്കുന്നതും അതിൽ നിന്ന് തന്നെയാണ്. തിരുവാണിയൂർ എന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ ഇടുക്കിയിലെ അരിക്കുഴയിൽ വിവാഹം കഴിച്ച് വന്നതിന് ശേഷം അപ്പോൾ അന്നും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നല്ലോ, പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരിയിലാണ് BSc ഡിഗ്രി പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് DPharm പഠിച്ചത് കൊല്ലത്ത് ഫാത്തിമ കോളേജ് കൊല്ലത്താണ് പഠിച്ചത്. പിന്നീട് ജോലിക്കൊന്നും ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ജോലിക്ക് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നാമത് ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ എനിക്ക് വീട്ടിൽ കൃഷി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയായിട്ട് വളരണം, അതൊരു നന്മയാണ്, വളരെ സന്തോഷം. എനിക്ക് എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ ഒന്നാമത് എനിക്ക് കുറച്ച് കൈത്തൊഴിലുകളൊക്കെ അറിയാമായിരുന്നു. ഞാൻ സാരിയിൽ വർക്ക് ചെയ്യും, ഹാൻഡ് എംബ്രോയിഡറി ചെയ്യും, കുറച്ച് കുക്കിംഗ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതൊന്നും പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീട്ടിൽ കാണുന്ന സാധനങ്ങൾ സ്വയമായിട്ട് ഉപയോഗിച്ച് അതെങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ജോലിക്ക് പോയാൽ എത്രമാത്രം ഞാനും ഇങ്ങനെ കണക്കൂട്ടുമ്പോൾ നമ്മൾ കണക്കൂട്ടുമ്പോൾ എല്ലാം കണക്കൂട്ടണമല്ലോ. ഞാൻ ഡ്രസ്സ് കൂടുതൽ വേണം, ഇപ്പോൾ വീട്ടിൽ വന്നാൽ വീട് അടിച്ചു വാരി തുടയ്ക്കാനുള്ള, പിള്ളേർക്കുടെ കാര്യങ്ങൾ നോക്കാനുള്ള ആളില്ല. അപ്പോൾ ഇതൊക്കെ നോക്കിയപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിലിരിക്കുന്ന ഒരു സന്തോഷം, എന്തിനാണ് ജോലിക്ക് പോകുന്നതെന്ന് തോന്നി. കാരണം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാനാണല്ലോ. ഞാനിപ്പം എൻ്റെ പിള്ളേരുടെ കൂടെ ഇരിക്കുന്നതാണല്ലോ എനിക്ക് ഏറ്റവും സന്തോഷം. അപ്പോൾ പിള്ളേരെ നോക്കുന്നതല്ലേ എനിക്ക് സന്തോഷം. അപ്പോൾ അവരുടെ ഭക്ഷണം കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക. അതുപോലെ എനിക്ക് പശുക്കളെ ഭയങ്കര ഇഷ്ടമാണ്. പശുവിനെ കറക്കുന്നൊക്കെ ഞാനിപ്പം 3 പശുക്കളെയൊക്കെ ആണെങ്കിലും 3 അല്ല 4 പശുക്കളെയൊക്കെ ആണെങ്കിലും ഞാൻ കറക്കും. ഇപ്പോൾ എത്ര പശുക്കളുണ്ട് വളർത്തുന്നത്? ഇപ്പം 3 പശുവും അതിൻ്റെ 3 കിടാക്കളും ഉണ്ട് ഇപ്പം നിലവിൽ. കറവയുള്ളതാണോ? 3 ഇപ്പോൾ കറക്കുന്നുണ്ട്, ചെന പിടിച്ച് തുടങ്ങിയതുണ്ട്. അപ്പോൾ ഇച്ചിരി കുറവാണ് ചില സമയങ്ങളിലെ പാല്. ചില സമയത്ത് പാല് നന്നായിട്ടുണ്ടാകും, ചില സമയത്ത് പാല് കുറവും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പശുവിനെ വളർത്തുന്നതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് തന്നെയാണ്. ഏതാണ്ട് ഇപ്പം 2000 ഉള്ളതാണ് ബയോഗ്യാസ്, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ബയോഗ്യാസ് ഉണ്ട്, പിന്നെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ. ഈ ജാതിക്കൊക്കെ എന്തുമാത്രം വളം നമുക്ക് ഇടണമെന്നറിയാം. അപ്പോൾ ഈ ജാതി, കൊക്കോ, തെങ്ങ് ഒക്കെ ഉള്ളതിനൊക്കെ നന്നായിട്ട് വേണമല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വേണ്ടി വരും. സ്ലറി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ കുടംപുളിയുണ്ട്, ഈന്തിങ്കായ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു ഇത് മോണോകൊട്ടിലം പ്ലാന്റിൽ വരുന്ന സൈക്കിൾ. അപ്പോൾ ആ സാധനമൊക്കെ ആണെങ്കിൽ അത് നല്ല ഇതാണ്. അത് വെട്ടി ഉണക്കി നമ്മൾ പിടി പോലുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിലെ ഒരു സാധനവും നമുക്ക് വേസ്റ്റ് ആക്കാൻ സാധിക്കും. പിന്നെ ജാതിക്ക ഉണക്കുന്നതിന് നമുക്ക് ഡ്രയറുണ്ട്, ചെറിയ ഡ്രയറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് സബ്സിഡി ഇനത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഉണക്കുന്നതിനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ ആടുണ്ട്, പിന്നെ എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ആ രീതിയിൽ ഉള്ള സ്ഥലം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വിവാഹം കഴിച്ച് വന്നതിന് ശേഷം സാരിയിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്ത് പുറത്തെല്ലാം അങ്ങനെ കൊടുത്തിരുന്നോ? അന്നേരം കൊടുത്തില്ല, അത് കഴിഞ്ഞ് ഇങ്ങനെ പലരും ആവശ്യപ്പെട്ട് കുറേശ്ശെ, അതായത് നമുക്കുള്ള സമയം അനുസരിച്ച്. ഞാനില്ലേ, ഇത് ഒരു ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണത്. ഇത് എൻ്റെ സമയത്ത് എൻ്റെ ഇഷ്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം. നമുക്ക് ആരോടും പൈസ ചോദിക്കേണ്ട, നമ്മുടെ കാര്യങ്ങൾ. അതിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെലവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസ്ഥ. നമ്മളിതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തുമാത്രം വില കൊടുക്കണം. ആ വില കൊടുക്കുന്ന നോക്കുമ്പം എനിക്കിവിടെ ചിലവ് കുറവ്, അതെ വീട്ടിലിരുന്നാൽ മതി എന്നുള്ളത് തന്നെയാണ്. എത്ര ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ കാർഷിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കൃഷികൾ ചെയ്യുന്നത്? 5 ഏക്കറിന് മേളിൽ കാണും. എന്തായാലും 5 ഏക്കറുണ്ട് കൃത്യമായിട്ടാണെങ്കിലും. അതിൽ ജാതി കൃഷി ചെയ്യുന്നു, അതുപോലെ കമുക് കൃഷിയുണ്ട്, കൊക്കോയുണ്ട്, റബ്ബറുണ്ട്, പിന്നെ അതിന് പുറമെ കുറ്റിമുല്ല, അതുപോലെ പച്ചക്കറികൾ, അതുപോലെ കാലിവളത്തിൽ ഇവയെല്ലാം ചെയ്യുന്നു അല്ലേ? അപ്പോൾ പൈനാപ്പിളൊക്കെ ഈ റബ്ബറിൻ്റെ ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ അവർ പറിച്ചുകൊണ്ടിട്ട് അതിൻ്റെ മിച്ചമൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ പൈനാപ്പിൾ കിട്ടുമ്പോൾ നമ്മൾ അതിനകത്ത് ജാമൊക്കെ ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അത്രയും മതിയാവില്ല. ഇപ്പോൾ ഈ അഗ്രി സെൻറ്ററിലെ കൊണ്ട് വെച്ചാൽ അധികമൊന്നും ചിലവാകത്തില്ലല്ലോ. അപ്പോൾ കുറച്ചല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ അത് മതിയാകും. അപ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഇത്തരം വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കുടുംബശ്രീയുടെ എല്ലാം സഹായത്തോടു കൂടി അതിൻ്റെ പരമാവധി കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ആഷ ചേച്ചി തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡുണ്ട്, പിന്നെ മകനും ഭാര്യയുണ്ട്. അവർ ജോലി സ്ഥലത്താണ്.
മകള് ഡിഗ്രി കഴിഞ്ഞിപ്പോൾ നിൽക്കുന്നു. 2 മക്കൾ. 2 മക്കളും. മകൻ ഡോക്ടറാണ്. മകൻ്റെ ഭാര്യ വേൾഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അവർ ചെന്നൈയിലാണ് ഇപ്പം. മകളിപ്പോൾ ഡിഗ്രി BSc കെമിസ്ട്രി കഴിഞ്ഞ് നിൽക്കുന്നു. ഹസ്ബൻഡ് ഒരു ഡയഗ്നോസ്റ്റിക് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. പക്ഷെ പുള്ളിയും കൃഷിക്കാരനാണ്. പുള്ളിയാണ് മറ്റേ ജാതി, പശു, അങ്ങനെയുള്ള മെയിൻ റബ്ബർ അങ്ങനെയുള്ള കൃഷികൾ പുള്ളിയാണ് എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ട് നോക്കുന്നത്. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? രാവിലെ എപ്പം മുതൽ ഈ കാർഷിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോലികളൊക്കെ ആരംഭിക്കും? അത് എപ്പോൾ വരെ തുടരും? രാവിലെ മിക്കവാറും ഒരു 5 മണിക്ക് ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭായിമാരൊക്കെയാണല്ലോ നമ്മളെ ഫാം ഉള്ളത് കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അവരില്ലാത്ത സമയത്താണ്, അവരുണ്ടെങ്കിൽ പോലും പശുവിൻ്റെ ഒരു കാര്യത്തിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി അതിനെ കറന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും ഞാനും പുള്ളിയും ഞങ്ങൾ രണ്ടുപേരും 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പശുവിൻ്റെ കറവ, പശുവിനെ വൃത്തിയാക്കൽ, അങ്ങനെയുള്ള എല്ലാം നോക്കി അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓരോ പണികൾ, വീട്ടിലെ ജോലികൾ ഓരോന്നും. പിന്നെ കുറ്റിമുല്ലയൊക്കെ പറിക്കുന്ന സമയങ്ങളിൽ കുറച്ചുള്ളപ്പോൾ നമുക്കൊരു 6 മണിക്ക് പറിച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് നേരത്തെ എല്ലാം പറിക്കേണ്ടി വരും. പണിക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിന്ന് പണി ചെയ്യണം. ഒപ്പം തന്നെ ഞാൻ പറയും, ഇപ്പം മാലയൊന്നും കെട്ടാൻ, ഈ കുറ്റിമുല്ല മാല കെട്ടാനൊന്നും പണിക്കാർക്കൊന്നും അറിയില്ല. അത് നമ്മൾ തന്നെ കെട്ടണം. അതുപോലെ തന്നെ പറിക്കുന്നതാണെങ്കിലും ഇത് നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്ന ആ സ്പീഡുണ്ടല്ലോ, നമുക്കൊരു സ്പീഡുണ്ടല്ലോ, കൈ സ്പീഡ്, അതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. വൈകുന്നേരം നമുക്ക് 6 മണി വരെയും ഉണ്ടാകും. 6 മണിയൊക്കെ വരെയും പണിയുണ്ടാവും. മിക്കവാറും തന്നെ ഉണ്ടാവും. കാരണം വീട്ടിലെ ഭക്ഷണം എല്ലാം വേണമല്ലോ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. അത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്നും ഒരു റൊട്ടീനായിട്ട് തന്നെ ഒരു ടൈം ടേബിൾ പോലെ തന്നെ പോകണം. എന്നാലാണ് കൃഷിക്ക് അതിൻ്റെ വരും. പിന്നെ ഇപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയുടെ അടുത്തെല്ലാം ഈ കീടങ്ങളുണ്ടോ, കുറ്റിമുല്ലയ്ക്ക് അതുപോലെ തന്നെ കീടങ്ങളുണ്ടോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം തന്നെ ദിവസവും എല്ലാത്തിൻ്റെയും അടുത്തും പോകേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ ജാതിയൊക്കെ ഉള്ളെങ്കിലും നമ്മളും കൂടെ അവരുടെ കൂടെ പറക്കണം, അത് കൃത്യം കളയണം. ശരിക്കും ഫുൾ ടൈം തന്നെ ജോലിയിൽ ഇരിക്കണം. എന്തായാലും ഒത്തിരി സന്തോഷം. കാർഷിക പ്രവർത്തനങ്ങൾ സന്തോഷമാണ് അല്ലെങ്കിൽ ആനന്ദമാണ് എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് ആശ വർഗീസ് ഈന്തുങ്കച്ചാലിൽ. വീട്ടമ്മയായ ആശ വർഗീസിനെ ഇനിയും തുടർന്നുള്ള എല്ലാ കാർഷിക പ്രവർത്തനങ്ങളും കൂടുതൽ ഉന്നതി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒത്തിരി നന്ദി. മണക്കാട് പഞ്ചായത്തിലെ വഴിത്തലയിലെ കർഷകയായ ശ്രീമതി ആശ വർഗീസുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ജാതിക്കയുടെ വിവിധ ഉപയോഗങ്ങൾ. ജാതിക്ക സാധാരണഗതിയിൽ ഭക്ഷ്യവസ്തുവായും മരുന്നുകളുടെയും സൗന്ദര്യ വസ്തുക്കളുടെയും നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ജാതിക്ക, ജാതിപത്രി ഇവയിൽ നിന്ന് വേർതിരിക്കുന്ന ഒലിയോ റെസിൻ, എസൻഷ്യൽ ഓയിൽ എന്നിവയെല്ലാം ഭക്ഷ്യപാനീയ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ജാതിക്കയുടെ കാമ്പ് അരിഞ്ഞെടുത്തതാണ് ഭക്ഷണാവശ്യത്തിനും മറ്റും കൂടുതലായി ഉപയോഗിക്കുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യ, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇവ ചെറിയ തോതിൽ വിവിധ വിഭവങ്ങളിൽ ചേർക്കുന്നു. ഡച്ചുകാർ സീസണിങ്ങിനായി ജാതിക്കയും പത്രിയും ഉപയോഗിക്കുന്നത് പതിവാണ്. മാംസവിഭവങ്ങൾ, സൂപ്പുകൾ, സോസുകൾ, ബേക്ക് ചെയ്ത വിഭവങ്ങൾ, മധുരപലഹാരങ്ങൾ, പുഡിംഗ് എന്നിവയ്ക്കൊപ്പവും പച്ചക്കറികളുടെയും മാംസങ്ങളുടെയും സീസണിങ്ങിനും പാൽ ഉൽപ്പന്നങ്ങളിലും ജാതിക്കയോ അവയിൽ നിന്നും വേർതിരിക്കുന്ന ഒലിയോ റെസിനോ ചേർക്കാറുണ്ട്. കായിലെ മാംസളമായ പുറംഭാഗം കാൻഡിയായും അച്ചാറായും ചട്നിയായും ജെല്ലിയായും പൊടിയായുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. ജാതിപത്രി അതേപടിയോ പൊടിയാക്കിയോ ആണ് ഉപയോഗിക്കുന്നത്. പാൽ ഉൽപ്പന്നങ്ങൾക്ക് സുഗന്ധം ലഭിക്കുന്നതിനും സോസേജുകൾ, സൂപ്പ്, അച്ചാർ, കെച്ചപ്പ്, ചട്നി എന്നിവയിലും ജാതിപത്രി ചേർക്കാറുണ്ട്. ജാതിപത്രിയുടെ സവിശേഷമായ സുഗന്ധം മൂലം ഇവ ആഹാര സാധനങ്ങളിലും മദ്യത്തിലും സ്വാദിനായി ചേർക്കുന്നു. ജാതിയെണ്ണ, ജാതിപത്രി തൈലം എന്നിവ സോഫ്റ്റ് ഡ്രിങ്കുകൾ, ക്യാൻ ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, മാംസോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ആസ്വാദ്യത വരുത്തുന്നതിനായി ചേർക്കുന്നു. മരുന്ന് നിർമ്മാണ രംഗത്ത് ജാതിക്കായും ജാതിപത്രിയും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പരമ്പരാഗത ആയുർവേദ മരുന്നുകൾ, ചൈനീസ്, തായ് പാരമ്പര്യ മരുന്നുകൾ എന്നിവയിൽ വീക്കത്തിനെതിരെയും ഉപയോഗിക്കുന്നു.
വയറുകടി, വായിലെ കുരുക്കൾ, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കെതിരെ ഇന്തോനേഷ്യയിലും ജാവയിലും ബാലിയിലും ജാതിക്ക ഉപയോഗിച്ചിരുന്നുവെന്ന് എത്തനോ ബൊട്ടാണിക്കൽ പഠനങ്ങൾ പറയുന്നു. അരോമ തെറാപ്പിയിൽ ജാതിയിൽ നിന്നുള്ള എസൻഷ്യൽ ഓയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മൂത്രസഞ്ചിയുടെയും മൂത്രനാളിയുടെയും വീക്കത്തിനുള്ള ചികിത്സയിൽ ജാതിയെണ്ണ ഉപയോഗിക്കുന്നു. വിശപ്പില്ലായ്മ, വായുക്ഷോഭം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കെതിരെ ഇവ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എസൻഷ്യൽ ഓയിലിൽ കാണുന്ന വിവിധ രാസസംയുക്തങ്ങളാണ് വ്യവസായ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ജാതിയെണ്ണയും ജാതിപത്രി തൈലവും ഏതാണ്ട് സമാനമായ ഗുണങ്ങളുള്ളവയാണ്. ഓയിൻമെൻറ്റായും ഹെയർ ലോഷനായും പ്ലാസ്റ്ററായും ഇവ വിപണനം ചെയ്യപ്പെടുന്നു. ദന്തചികിത്സയിൽ ജാതിപത്രി ഉപയോഗിക്കുന്നുണ്ട്. വാതം, തളർച്ച, ഉളുക്ക് എന്നിവയ്ക്കെതിരെയും ഇവ ഉപയോഗപ്പെടുത്തുന്നു. ജാതിക്കയ്ക്കും ജാതിപത്രിക്കും നിരോക്സീകാരക ഗുണങ്ങളുണ്ട്. ചെറിയ തോതിൽ ജാതിപത്രി തൈലം സുഗന്ധവസ്തുക്കളിലും സോപ്പുകളിലും ഉപയോഗിക്കുന്നു. ജാതിപത്രിയിലെ ലിഗ്നാൻ, മെലാനിൻ ബയോസിന്തസിസിനെ ചെറുക്കുന്നതിനാൽ ത്വക്ക് വെളുക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും. കുമിളുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ജാതിക്കായ്ക്കും അതിൽ നിന്നുള്ള എണ്ണയ്ക്കും കഴിയുമെന്നതിനാൽ രോഗകാരികളായ പൂപ്പലുകൾക്കെതിരെ ഉപയോഗിക്കുന്നു. ആസ്പർഗില്ലസ്, ഫുസാരിയം, പിത്തിയം എന്നിവയുടെ തന്തുക്കൾ വളരുന്നത് തടയുന്നതിന് ഫലപ്രദമാണ്. വേപ്പിലെ ഉണക്കിന് കാരണമാകുന്ന ഫോമോപ്സിസ് അസാഡിറാക്റ്റ എന്ന രോഗകാരിയെ നിയന്ത്രിക്കുന്നതിന് ജാതിക്ക എണ്ണ ഫലപ്രദമാണ്. ബാക്ടീരിയയ്ക്കെതിരെ പ്രവർത്തിക്കാൻ ജാതിക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാൽമോണല്ല, ഷിഗല്ല, സ്യൂഡോമോണാസ്, ബാസിലസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ജാതിയിലെ എസൻഷ്യൽ ഓയിലിന് കഴിയും. വേരുകളിൽ രോഗങ്ങളുണ്ടാക്കുന്ന ചിലതരം വിരകൾക്കെതിരെ ജാതിപത്രിയും ജാതിക്ക എണ്ണയും ഫലപ്രദമാണ്. അതുപോലെ തന്നെ പൊടിച്ചെടുത്ത ജാതിക്കയും ജാതിപത്രിയും ചിലയിനം ഒച്ചുകളെ അകറ്റും. വടക്കേ ഇന്ത്യയിലും മറ്റും വ്യാപകമായി കാണുന്ന ഫാഷിയോലിയാസിസ് എന്ന രോഗം പരത്തുന്ന വിരകളുടെ ഒരു ജീവിതഘട്ടം കഴിച്ചുകൂട്ടുന്ന ലിംനിയ അക്യൂമിനേറ്റ എന്ന ഒച്ചിനെ നശിപ്പിക്കാൻ ജാതിക്കയും ജാതിപത്രിയും പൊടിച്ചത് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ജാതിപത്രിയാണ് കൂടുതൽ ഫലപ്രദം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിന് പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.